ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ഞാനപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ബേസിക്കലി ഞാനൊരു വ്ലോഗ് എടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിചാരിച്ച് ഇനി എന്തായാലും എനിക്ക് സമയം കിട്ടത്തില്ല ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഒരു വീഡിയോ കൂടെ നമുക്ക് പ്ലസ് ആയിട്ട് എടുത്ത് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ. സോ അങ്ങനെ വിചാരിച്ചു. ഇത് ഒറ്റ ടേക്കിൽ എടുക്കുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് ലൈക്ക് കൂടുതൽ കാണിക്കാനില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. സോ ബേസിക്കലി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ PG ലൈഫാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഇയർ ലൈക്ക് ഇംഗ്ലീഷാണ് എടുത്തത്. എൻ്റെ ഡിഗ്രി എക്സ്പീരിയൻസ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഇംഗ്ലീഷാണ് മെയിനായിട്ട് പഠിച്ചത്. ലിറ്ററേച്ചറാണ് പഠിച്ചത് ഡിഗ്രിക്ക്. അപ്പോൾ അഫ്കോഴ്സ് നമ്മൾ PG വരുമ്പോഴും അത് തന്നെ പഠിക്കാം. ഓർ നമുക്ക് വേറെ ഉള്ളത് മലയാളമാണ്. മലയാളം അറിയാലോ, ഭയങ്കര പാടാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഇംഗ്ലീഷ് ബെറ്റർ. സോ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിക്കുന്ന സെൻറ്റ് സേവിയേഴ്സ് കോളേജാണ് ആലുവയിൽ പ്രമുഖമായ ഒരു കോളേജാണ് സെൻറ്റ് സേവിയേഴ്സ്. വുമൻസ് കോളേജാണ്. സോ ഓക്കെ, അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഞാൻ PGക്ക് കയറുന്നത് 2025 എൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി. 2026 ആയതിപ്പോൾ. അപ്പോൾ അടുത്ത വർഷം നമ്മൾ PG പാസ്സായി ഇറങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, കാരണം PG ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആക്ച്വലി നല്ലൊരു ലൈക്ക് ഞാൻ തന്നെ സെൽഫ് ഇമ്പ്രൂവ് ആയൊരു വർഷമാണ് ഈ പറഞ്ഞ PG ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉഴപ്പി നമുക്ക് കറക്റ്റ് ഒരു കോൺസെൻട്രേഷൻ ആ ഒരു സംഭവം എനിക്കുണ്ടായില്ല. അപ്പോൾ നമുക്ക് PGക്ക് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് സാധനങ്ങൾ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. PGയും ഡിഗ്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത്, ഡിഗ്രി കുറേ ടെക്സ്റ്റ് നമുക്ക് ഉണ്ടാവും. ലൈക്ക് ടെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സ്പൂൺ ഫീഡിംഗ് എന്നും പറയാം. പക്ഷേ നമ്മൾ PG വരുമ്പോഴേക്കും PGയിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ടെക്സ്റ്റ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര കുറവായിരിക്കും. ചില സബ്ജക്റ്റുകൾക്ക് മാത്രം മിസ്സുമാർ പ്രിഫർ ചെയ്തായിരിക്കും ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സോഴ്സ് ചെയ്ത് മാത്രം നമ്മൾ കാര്യം കണ്ടുപിടിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. PGക്ക് നമ്മൾ ഫെർദർ എക്സ്ട്രാ സോഴ്സുകൾ നോക്കി പഠിച്ച് ബുക്ക് പ്രിഫർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് PGക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ മാർക്സ് കയറും. അതാണ് സംഭവം. ബേസിക്കലി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ബട്ട് നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ലൈക്ക് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടും. അതൊരു കാര്യം. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ കോളേജിൽ ഒരു റഫ് കൊണ്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ്, ബോട്ടിൽ, ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ബേസിക്കലി കോളേജിൽ പോകുന്നത്. ആക്ച്വലി അതെനിക്ക് ഭയങ്കര പ്ലസ് പോയിന്റാണ്. കാരണം നമുക്ക് കുറേ ബുക്കുകൾ എടുക്കണ്ട. അതൊരു കാര്യം. പിന്നെ PGക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിലബസ്. ഞാനപ്പോൾ ഒരു സിലബസാണ്. ഇത് എൻ്റെ ഫസ്റ്റ് ഇയർ സിലബസാണ്. നമുക്കിതിൽ 5 പേപ്പേഴ്സാണ് ഫസ്റ്റ് സെമ്മിലുള്ള പേപ്പേഴ്സ്. 5 പേപ്പേഴ്സ്. എനിക്ക് തോന്നുന്നു സെക്കൻഡിലും തേർഡിലും അങ്ങനെ 5 പേപ്പേഴ്സാണ്. 4th സെം ആകുമ്പോൾ പ്രൊജക്റ്റും പിന്നെ എലക്റ്റീവ്സും വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇപ്പോൾ 3rd സെമ്മേ പഠിക്കുന്നേ ഉള്ളൂ. 3rd സെം ആയിട്ടുള്ളൂ. അതുകൊണ്ട് സോ അങ്ങനെ. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ക്രോഡീകരിക്കും. ലൈക്ക് ഇത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ. ആക്ച്വലി നമുക്ക് ആ ഒരു കാൽക്കുലേഷൻസ് ഉള്ളത് നല്ലതാണ് PGക്ക്. ഞാൻ ഓക്കെ, അപ്പോൾ ചേച്ചതാ. അപ്പം ഞാൻ ഈ ലൈക്ക് ഓരോ സെമസ്റ്ററിനും ഓരോ റഫ് ബുക്ക് എടുക്കും. ഇപ്പം ഈ റഫ് ഉണ്ടല്ലോ, അതുപോലെ ഓരോ റഫ് ബുക്ക് ഞാൻ എടുത്തു വെക്കും. കാരണം നമ്മൾ ഓരോ സെമ്മിലുള്ള സാധനങ്ങൾ മാത്രം അതിൽ ഫിറ്റ് ചെയ്യാൻ മതി എന്നുള്ള ഇതിൽ. പിന്നെ ഞാൻ എഴുതുമ്പോൾ ഓരോരുത്തരുടെ ഹെഡിങ് വെച്ചിട്ട് ഹെഡിങ് മാത്രം വേറെ കളർ ഇട്ടിട്ട് ബാക്കി അങ്ങനെയാണ് ഞാൻ നോട്ട്സ് എഴുതാറുള്ളത്. ഓരോരുത്തർക്കും ഓരോ ആണ് ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സെമ്മും കൂടി ഒരു ബുക്കിൽ എഴുതാണ്ട് ഇരിക്കാൻ നോക്കാം. ബിക്കോസ് കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ നോട്ട്സ് ഒക്കെ നോക്കുമ്പോഴേ നമുക്ക് തന്നെ ഡൗട്ട് ആവും, ഇത് ഏത് സെമ്മാണെന്ന് വിചാരിക്കും. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെമസ്റ്ററിലെ പേപ്പേഴ്സിൻ്റെ പേര് വരെ ഞാൻ മറന്നു പോകും. അപ്പോൾ എനിക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം PGക്ക് കയറിയ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ബുക്കാണ് എക്സാം അസസ്മെൻറ്റ് ബുക്ക്. ഇതൊരു റഫാണ്, നോട്ട് റഫ്, ലൈക്ക് ഇതൊരു സാധാ ബുക്കാണ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ എക്സാം എഡിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാ എക്സാംസ് എന്നാണ്, എക്സാം ടൈം ടേബിൾ കണ്ടോ,
ഇന്റേണൽസ് എക്സാം മാർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കും. അതായത് എനിക്ക് അറിയാൻ പറ്റണം ഞാൻ എൻ്റെ അസസ്മെന്റ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇതിൽ ഞാൻ സിലബസ് എഴുതിയിട്ടുണ്ട്, ടൈം ടേബിൾ ഉണ്ടാവും, ആൻഡ് ലൈക്ക് സെമസ്റ്റർ മാർക്സ് എഴുതി വെക്കും. പിന്നെ എല്ലാം ഇപ്പൊ നമുക്ക് സെക്കൻഡ് സെം വരെ എഴുതിയിട്ടേ ഉള്ളൂ. തേർഡ് സെമ്മിന് ഞാൻ ഇവിടെ ഒന്നും എഴുതി തുടങ്ങിയിട്ടില്ല. കാരണം തേർഡ് സെം വരുമ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. കളർ പെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ അപ്പോൾ ലൈക്ക് ഇതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര പേപ്പേഴ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് തേർഡ് സെമസ്റ്ററിൽ നമുക്ക് 120 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ ഞാൻ എഴുതി വെക്കും. ഇതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്കെപ്പോഴും ഓൺലൈൻ റിസോഴ്സ് ലൈക്ക് ഓൺലൈൻ റിസോഴ്സിലെ ഇലക്ട്രോണിക്സും ഗാഡ്ജറ്റ്സും വെച്ച് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ബുക്സാണ്. കാരണം നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. അതായത് ഞാൻ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും നമ്മൾ ഇതൊക്കെ സേവ് ചെയ്ത് വെക്കും. പക്ഷെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് കിട്ടില്ല. ലൈക്ക് നമ്മൾ കുറേ തവണ ഇതാണ് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എക്സാക്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. സോ ഇതെനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് PG പഠിക്കുമ്പോൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്പാണ്. ആക്ച്വലി ഇത് എനിക്ക് ഡിഗ്രിക്ക് വന്ന ലാപ്പാണ്. ഇതാണ് ലാപ്പ്. ഞാൻ എഡിറ്റൊക്കെ ചെയ്യും. സിനിമ കാണാനാണ് മെയിനായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യണത്. പക്ഷേ എനിക്ക് PGക്ക് വന്നപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ കുത്തി ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. അതായത് റിസ്ക് ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. ഇതാണ് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതാണ് ബേസിക്കലി ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു ഫണ്ടൊക്കെ ഇട്ട് നമ്മൾ നല്ലൊരു ലാപ്ടോപ്പ് മേടിക്കാൻ നല്ലതായിരിക്കും. ആക്ച്വലി ഇത് വർത്തായിരിക്കും നിങ്ങളുടെ ലൈഫ് ടൈമിലേക്ക്, ഓഫ് കോഴ്സ്. അപ്പോൾ അതൊരു സംഭവം. പിന്നെ ഞാൻ ഓരോ പേപ്പേഴ്സിന് ഓരോ നോട്ട്ബുക്സ് മേടിച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നോട്ട്ബുക്സ് മേടിച്ചു വെക്കും. ബിക്കോസ് ഇങ്ങനെ നോട്ട്ബുക്ക് മേടിച്ചു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഞാൻ നോട്ട് എഴുതിയാണ് പഠിക്കാറുള്ളത്. സോ എനിക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന രീതിയിലാണ് ഞാനത് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് PGക്ക് കയറുമ്പോൾ ഉള്ള കുറച്ച് എക്സാമിനേഷൻസ് ആണ്. ഫസ്റ്റ് എക്സാമിനേഷൻ നമുക്കറിയാം നെറ്റാണ്. നെറ്റ് ക്രാക്ക് ചെയ്യണത് കുറച്ചധികം കഠിനമാണ്. ലൈക്ക് മേ ബി PhDക്കുള്ള അഡ്മിഷൻ ആ ഒരു ലെവലൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ നെറ്റ് എഴുതിയായിരുന്നു. നെറ്റ് അടിപൊളിയായിരുന്നു ഗൈസ്, കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് പേപ്പർ കുറച്ച് പാടായിരുന്നു, സെക്കൻഡ് പേപ്പർ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് ആക്ച്വലി കോച്ചിങ്ങിനൊന്നും പോയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ നെറ്റ് നല്ലതായിട്ട് ഫോക്കസ് ചെയ്തില്ല. ബിക്കോസ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് പോവില്ല. പക്ഷെ എനിക്കൊരു ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ നെറ്റ് എഴുതി വെക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ എഴുതിയത് ബേസിക്കലി. അപ്പോൾ ഞാൻ നെറ്റ് എക്സാമിന് മുന്നേ കഴിഞ്ഞ കൊല്ലം എന്തോ ആണ് ഞാൻ ടോപ്പേഴ്സ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പേജ് ഉണ്ടായിരുന്നു. ഇവരുടെ ഇത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതായത് നോട്ട്സ് അവരുടെ നോട്ട്സ് കാണാൻ രസമുണ്ട്. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് പേപ്പറിന് 3 വോളിയംസും കണ്ടോ, ഇത്രയും തിക്കായിട്ടുള്ള 3 വോളിയംസ് ഇതിൽ പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പേപ്പറിന് 4 എണ്ണമാണ് ഉള്ളത്, 4 വോളിയംസ് പ്ലസ് നോട്ട്സ് എല്ലാം ഉണ്ട്. ബട്ട് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ചെയ്യുന്നില്ല ബിക്കോസ് ഞാനത് ഫുൾ പഠിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു എനിക്ക് ഡൗട്ടാണെന്ന്. ഞാൻ കുറച്ച് പഠിച്ച് ഞാൻ നിർത്തിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അധികം ഞാൻ നെറ്റിൽ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അധികം നോക്കിയില്ല, പഠിച്ചില്ല. പിന്നെ ഞാൻ PGക്ക് കയറിയ ടൈമിലായിരുന്നു ഫസ്റ്റ് എൻ്റെ PSC എക്സാം ചെയ്ത്. അതും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തു വെക്കും, എല്ലാ ഹോൾ ടിക്കറ്റ് ഞാൻ ഇങ്ങനെ എടുത്തു വെക്കുമായിരുന്നു. എനിക്കൊരു അസിസ്റ്റൻറ്റിൻ്റെ ഒരു പോസ്റ്റിനായിരുന്നു എക്സാം എഴുതിയത്, ഫസ്റ്റ് എക്സാം. കണ്ട അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു വെക്കണം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും 2 സെൻറ്ററിൽ എഴുതിയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരുന്നു. അനുവിനും B ആയിരുന്നു, എനിക്കും B ആയിരുന്നു. അങ്ങനെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, PSC എക്സാം എക്സ്പീരിയൻസ്. ഇത് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ, നല്ലതായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നില്ല. ഞാൻ എന്തായാലും PSCയിലെ ഫോക്കസ് ചെയ്ത് പഠിക്കുള്ളൂ എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. അതുകൊണ്ട് സോ ഞാൻ PSC അത് നല്ലതായിട്ട് നോക്കും റാദർ ദാൻ നെറ്റ് കിട്ടുവാണെങ്കിൽ അങ്ങനെ. പക്ഷെ നെറ്റ് എന്തായാലും എക്സാംസ് ഒരു നല്ലതായിട്ട് എഴുതാൻ ഞാൻ ശ്രമിക്കും. എനിക്കറിയത്തില്ല ഞാൻ എന്തിലേക്കാണ് കരിയർ ഫോക്കസ് ചെയ്യുക ഇല്ലയോ എന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെറ്റും എക്സാമിനേഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ നോട്ട്സിൻ്റെ കാര്യം പറയാം.
അതായത് ഞാൻ നോട്ട്സ് ബേസിക്കലി ഉണ്ടാക്കുന്നത്, അതായത് ഓരോ സെമസ്റ്ററിലേക്കും ഉള്ള നോട്ട്സുകൾ ഉണ്ടാക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മിസ്സുമാർ പ്രൊവൈഡ് ചെയ്യും നോട്ട്സ്, അതർവൈസ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഞാൻ മിക്കതും ChatGPT, ജെമിനി, ക്ലൗഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് മേ ബി ഗൂഗിളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മളത് നല്ലതായിട്ട് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് നോട്ട്സ് ഉണ്ടാക്കാൻ. ബിക്കോസ് പലതും തെറ്റാണെങ്കിൽ മാറിപ്പോവല്ലോ, നമ്മൾ പഠിച്ച വേസ്റ്റ് ആയി പോകും. ഞാൻ എന്നിട്ട് അത് ഫോട്ടോ പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, പഠിക്കാൻ വെക്കും. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാം, കാരണം അല്ലാണ്ട് വേറെ ഒരു റിസോഴ്സ് ഇല്ല നമുക്ക് നോട്ട്സ് കിട്ടും. നമ്മൾ തന്നെ കുത്തിരുന്ന് ഉണ്ടാക്കണം. അതുകൊണ്ട് പിന്നെ നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് PG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. ബിക്കോസ് നമുക്ക് PGക്ക് വെയിറ്റേജാ, മറ്റേത് മാർക്കാ. വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നല്ല സീനാണ്. ലൈക്ക് നമുക്ക് 25 ടോട്ടൽ ഇപ്പോൾ 25 മാർക്കാണ്. പക്ഷെ 25 മാർക്ക് കഴിഞ്ഞ് പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ 20 മാർക്ക്, 15, 10, 5 ആ ഒരു ലെവലിൽ പോകും. പാർട്ട് C ഒക്കെ വരുമ്പോൾ അത് നല്ല ഷോക്ക്. കാരണം 5 മാർക്ക് കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് ഗൈസ്. ഇവിടെ നമുക്ക് പോയിന്റിന് വരെ ഭയങ്കര വിലയാണ്. സോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് PG ലൈഫിന്റെ കാര്യമായിരുന്നു. ലൈക്ക് PG ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സെമസ്റ്ററിന്റെ കാര്യങ്ങൾ. ഞാൻ പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ആൻസർ ഷീറ്റൊക്കെ ഇവിടെ ഉണ്ട് ഇതിനുള്ളിൽ. പിന്നെ അസൈൻമെന്റ്സ് ചിലതൊക്കെ അസൈൻമെന്റ്സ് നമുക്ക് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ ചിലപ്പോൾ റിട്ടേൺ എഴുതുമ്പോൾ എല്ലാം കൂടി എഴുതും. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ബാലൻസ് വരെ കിടക്കും. പോസ്റ്റ് മോഡേൺസ് അങ്ങനെ കുറേ ബാലൻസ് ഒക്കെ വരുന്ന എല്ലാം എടുത്ത് വെക്കും. എനിക്കെല്ലാം എടുത്ത് വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇതൊക്കെ ഒരു രസമല്ലേ. പക്ഷേ എൻ്റെ ഒരു വിയേർഡായിട്ടുള്ളൊരു ഹാബിറ്റാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് കൂട്ടി വെക്കാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, ഒന്നിനും അല്ല, പക്ഷെ ഒരു രസം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് നിങ്ങളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്. ലൈക്ക് ഇറ്റ് ഈസ് പ്യുവർ അക്കാഡമിക്, നോട്ട് അബൌട്ട് ദ കോളേജ്, അബൌട്ട് ദ ഫാക്കൽറ്റി, നോട്ട്. അപ്പോൾ അപ്പം അത്രേ ഉള്ളൂ കേസ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ എം നോട്ട് ഷുവർ. ഇതിപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അതൊക്കെയാണ് ഒരു രീതികൾ. മാക്സിമം നല്ലതായിട്ട് പഠിക്കാൻ നോക്കുക. ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉഴപ്പുള്ളൂ, നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആരും ഉണ്ടാവില്ല. അതൊരു കാര്യം. പിന്നെന്താ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് നമുക്ക് വേണ്ടത് സപ്പോർട്ടാണ് ഗൈസ്. സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സും. ചുമ്മാ പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഒരിക്കലും ആരും ഫോഴ്സ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എന്ത് വീഡിയോ. ബൈ.